ഹലോ നമസ്കാരം. റിപ്പോർട്ടർ VVK ആണ്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന റോഡ് ഏതാണെന്ന് നിങ്ങളിൽ പലർക്കും മനസ്സിലായി കാണും. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് 2.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഞ്ചൽ ബൈപ്പാസ് റോഡാണ്. നമ്മുടെ ഈ ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ 1 വർഷത്തിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ 1 വർഷത്തിനിടയ്ക്ക് തന്നെ അഞ്ചൽ ബൈപ്പാസിൽ നിരവധി ആക്സിഡൻറ്റുകൾ നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും ഒരു ജനതയുടെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു ബൈപ്പാസ് റോഡാണിത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ PS സുബാദ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇത് എത്തരത്തിലാണ് ഇങ്ങനെ മറിഞ്ഞെടുക്കുന്നത് എന്നറിയാൻ വയ്യ. ഇതിൽ വാഹനം ഇടിച്ചു കയറിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വ്യക്തമല്ല. കാര്യം ഈ പോസ്റ്റിന് മറ്റുള്ള കേടുപാടുകളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഈ ബോൾട്ട് ഊരിയതിനിടയിൽ ഇവിടെ ഇങ്ങനെ കിടപ്പിലായിട്ട് തന്നെ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയോളം ആവുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ചരിഞ്ഞ് വീണപ്പോൾ തന്നെ ഈ കൈവരിയുടെ പൈപ്പുകളൊക്കെ ബെൻഡായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ എത്രത്തോളം നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഈ സോളാർ പാനലൊക്കെ ഉള്ളത് ഇവിടെ കാണുന്നില്ല. ഇതൊക്കെ ആരോ എടുത്തുകൊണ്ട് പോയി കാണാനുള്ള സാധ്യത എന്തായാലും ഇവിടെ കാണുന്നില്ല. ഇതിപ്പോൾ സ്ഥിരമായി ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നിരവധി ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇടിച്ച് ഈ ഗ്രില്ലുകൾ തകർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പോസ്റ്റുകൾ നശിച്ചിട്ടുള്ളതൊക്കെ. ഇതിനൊക്കെ ശരിക്കും ഫൈൻ ഈടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫൈൻ ഈടാക്കിയതിന് ശേഷമായിരിക്കും ഈ വാഹനങ്ങളൊക്കെ ഉടമസ്ഥർക്ക് വിട്ടു നൽകുന്നത്. എന്തുകൊണ്ട് ഇവർ ഇത് പുനർനിർമ്മിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാഹനങ്ങളിൽ അപകടമുണ്ടാക്കി പോകുന്ന വാഹനങ്ങളാണെങ്കിലും അല്ലാതെ ഇത്തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സംഭവിച്ചത് വ്യക്തമല്ല. ഈ പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് പുനർനിർമ്മിക്കുന്നില്ല. അതുപോലെ തന്നെ അഞ്ചൽ ബൈപ്പാസിൽ ഇതുപോലെ ഇപ്പോൾ ഈ വീണ് കിടക്കുന്ന പോലെ പുഴുതു വീഴാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ 2.1 കിലോമീറ്റർ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ റോഡിലേക്ക് ഇറക്കി ഇത്തരത്തിൽ ഈ പോസ്റ്റുകൾ നിൽക്കുന്നത് മറ്റു റോഡിലൊന്നും എനിക്ക് കണ്ട യാതൊരു പരിചയമില്ല. ഇവിടെ എന്ന് പറയുന്നത് വാഹനങ്ങൾ ഇടിച്ചിടാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന രീതിയിലാണ് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓരോന്നും ഈ കാണുന്ന കൈവരിയുടെ ഈ പുറത്ത് റോഡിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും ഈ കൈവരിക്ക് ഉള്ളിലായിട്ടാണ് ഈ പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുമാത്രം അശാസ്ത്രീയമായിട്ടാണ് ഇവർ ഈ റോഡ് പണി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ്. ഈ റോഡിന് ഉദ്ഘാടനം കഴിഞ്ഞ ആ സമയത്ത് കിടന്നൊരു ആക്സിഡൻറ്റിൽ പറ്റിയ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവിടെയും ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു പോസ്റ്റ് ഇടിച്ച് തകർത്ത് കിടപ്പുണ്ട്. അത് ഇത്രയും 1 വർഷത്തോളമായിട്ട് പോലും അത് പുനർനിർമ്മിക്കാനോ ഈ പോസ്റ്റ് ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും നീളത്തിലാണ് ഈ കൈവരി ഒരു കാർ ഇടിച്ചത്. നമ്മൾ ആ വാർത്ത ചെയ്തിട്ടുള്ളതാണ് ആ സമയത്ത് തന്നെ. ഇത്രയും നാളായിട്ടും ആ നടപ്പാതയിൽ നിന്ന് ആ പൈപ്പ് നീക്കം ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഇവിടെ ഇത് പുനർനിർമ്മിക്കുന്നതിനോ വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിനൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അതോ ഈ റോഡിനി ആർക്കും വേണ്ടായോ എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിൽ ഈ ബൈപ്പാസ് നശിപ്പിക്കരുത്. ഈ കാണുന്നത് ഈ ബൈപ്പാസിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് നമുക്ക് കാണാം. അതുൾപ്പെടെ ചരിഞ്ഞ് നിൽക്കുകയാണ്. വാഹനാപകടത്തിൽ കേടുപാട് സംഭവിച്ച് ചരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുപോലെ ഈ 2.1 കിലോമീറ്റർ നീളത്തിൽ 6-7 സ്ഥലത്ത് ഇതുപോലെ പൈപ്പുകൾ നശിച്ചിട്ടുണ്ട്, വാഹനാപകടം ഉണ്ടായി. ഇത് ദയവ് ചെയ്ത് അധികാരികൾ ഇത് പുനർനിർമ്മിച്ച് ഇത് പഴയ സ്ഥിതിയിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. റിപ്പോർട്ടർ VVK, ചാനൽ V.